നമസ്കാരം പ്രിയമുള്ളവരെ. മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞകാല പ്രസിഡന്റുമാരെക്കാൾ കുറച്ചുകൂടി പുരോഗമനപരമായ ആശയം വെച്ച് പുലർത്തുന്ന പ്രസിഡന്റാണ് നിലവിലുള്ള പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയാം. ഞാനീ പറയുന്നതിന് കാരണം മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരായിരിക്കണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവേ ഫാത്തിമ തഹ്ലിയുടെ പേർ മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നു എന്ന ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ മന്ത്രിയായി ഫാത്തിമ തഹ്ലിയ വരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് തലസ്ഥാനത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള വനിതകളെ ഭരണഘടനാപരമായി ഉയർന്ന മന്ത്രിസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് ആ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉത്തമമായ ഒരു മാർഗം അല്ലെങ്കിൽ ഒരു ഉദാഹരണമായിരിക്കും എന്ന ഒരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഫാത്തിമ തഹ്ലിയെ മന്ത്രിയാക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് എന്ന രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാരൊക്കെ അവരുടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ ശ്ലാഘനീയമായ അഭിനന്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ആളുകളായിരുന്നെങ്കിൽ പോലും അവർക്ക് മിക്കപ്പോഴും സമുദായത്തിനകത്തുള്ള തീർത്തും യാഥാസ്ഥിതികരായ AP സുന്നി വിഭാഗങ്ങളുടെ ഒക്കെയും വിമർശനങ്ങളെ അതിജീവിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിനോ വിജയിപ്പിക്കുന്നതിനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 2 വനിതാ സ്ഥാനാർത്ഥികളാണ് നേരത്തെ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നൂർബിന റഷീദ്, അതുപോലെ 1996 കമറുന്നിസ അൻവർ. ഇവർ രണ്ടുപേരും കോഴിക്കോട് സൗത്തിൽ നിന്ന് പരാജയപ്പെട്ടു. ആദ്യമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുന്നത്. അത് ഫാത്തിമ തഹ്ലിയാണ്. TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ നിന്ന് 5087 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ പരാജയപ്പെടുന്നത്. TP രാമകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം LDFിൻ്റെ കൺവീനറാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊരു ലീഗ് വനിതാ സ്ഥാനാർത്ഥിയായ ജയന്തി രാജൻ, അവർ വെറും 1286 വോട്ടുകൾക്ക് മാത്രമാണ് PK പ്രവീണിനോട് പരാജയപ്പെടുന്നത് കൂത്തുപറമ്പിൽ. അങ്ങനെ 2 വനിതാ സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ നേരിയ ഒരു വ്യത്യാസത്തിന്, കപ്പിനും ചുണ്ടിലും ഇടയ്ക്ക് എന്നതുപോലെ ജയന്തി രാജൻ കൂത്തുപറമ്പിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്ത് ഫാത്തിമ തഹ്ലിയുടെ കോർട്ടിലാണ് എന്ന് പറയാം. ജയന്തി രാജന് ഒരുപക്ഷെ വിജയിച്ചാൽ മന്ത്രിസ്ഥാനം കൊടുക്കും എന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. കാരണം ജയന്തി രാജൻ എന്ന് പറയുന്നത് മറ്റൊരു സമുദായത്തിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ മത്സരിക്കുന്ന ആളാണ്, വനിതയാണ്. അങ്ങനെയുള്ള ചില പരിഗണനകളൊക്കെ നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജയെ ആക്കിയതുപോലെ ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ ജയന്തി രാജൻ അനുകൂലമായി ഉണ്ടായേക്കാം. ജയന്തി രാജൻ മന്ത്രിയായേക്കാം എന്നുള്ള നിഗമനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജയന്തി രാജൻ വളരെ കടുത്ത മത്സരത്തിനൊടുവിൽ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ പന്ത് ഫാത്തിമ തഹ്ലിയുടെ കോർട്ടിലാണ് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയ മന്ത്രിയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുത്തിത്തിരിപ്പൊന്നും യാഥാസ്ഥിതിക സംഘടനകളുടെ ഇടയിൽ നിന്നുണ്ടായില്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയ മന്ത്രിയാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. എന്തായാലും കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും ശംസുദ്ദീനും ഏകദേശം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ 4 മന്ത്രിമാരായിരിക്കാം മുസ്ലിം ലീഗിന് ലഭിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകളാണ് വരുന്നത്. മുസ്ലിം ലീഗിന് 5ഓ 6ഓ മന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ അവർ വിലപേശലിന് മുതിരും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ 4 മന്ത്രിസ്ഥാനം കൊണ്ട് ലീഗ് തൃപ്തിപ്പെട്ടേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. KNM അഷ്റഫ് മഞ്ചേശ്വരം MLA, അദ്ദേഹം മന്ത്രിയായേക്കും. അവസാനമായി മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രിയാകുന്നത് 2001 ചേർക്കളം അബ്ദുള്ളയാണ്. അതിനു മുമ്പ് 1991 CT അഹമ്മദ് അലി. അതിനുശേഷം ലീഗിനെ പ്രതിനിധീകരിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് മന്ത്രിമാരാരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കാസർഗോഡ് നിന്ന് ഒരു മന്ത്രി ലീഗ് പ്രതിനിധിയായി ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോഴിക്കോട് ലീഗ് വലിയ വിജയം നേടിയ ജില്ലയാണ്. 6 സീറ്റുകളുണ്ട്. പാറക്കൽ അബ്ദുള്ള അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഫാത്തിമ തഹ്ലിയെ സംബന്ധിച്ച് ഒറ്റയടിക്ക് 2 പക്ഷേ, അതായത് ഒരു വനിതാ പ്രാതിനിധ്യവും കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രാതിനിധ്യവും ഒന്നുപോലെ ലഭിക്കും എന്നതുകൊണ്ട് ഒരുപക്ഷെ ഞരക്ക് ഫാത്തിമ തഹ്ലിയയ്ക്ക് വീഴും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും സൂചിപ്പിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ച് അവർ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു ഇലക്ഷനാണിത്. 22 സീറ്റ്, സോദരൻ ഉൾപ്പെടെ 27 സീറ്റിൽ മത്സരിച്ചു, 22 സീറ്റിൽ വിജയിച്ചു. പക്ഷേ ഇപ്രാവശ്യം ലീഗ് വലിയ വിലപേശലിന് മുതിരില്ല എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ലീഗിനെ മുൻനിർത്തി ഒരു സാമുദായിക ധ്രുവീകരണത്തിന് BJPയും സംഘപരിവാരങ്ങളും ശ്രമിക്കുന്നുണ്ട്. അത് ഒരു ചർച്ചയാകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ സമന്വയത്തോടുകൂടി
ലീഗ് തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഒരുപക്ഷേ 4 മന്ത്രിസ്ഥാനം കൊണ്ട് തൃപ്തമാകും എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ബി.ജെ.പി അവരുടെ പ്രൊഫൈലുകളിൽ ലീഗിൻ്റെ ഒരു കടമ്പിടുത്തം കൊണ്ടാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വന്നത് എന്ന രീതിയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ 5ഓളം ലീഗ് വിരുദ്ധമായ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് സംസ്ഥാന ബി.ജെ.പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നുണ്ടായതെന്ന രീതിയിലുള്ള ചില മാധ്യമ വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും മറ്റൊരു തലത്തിൽ CPM-ഉം ഇത്തരത്തിലുള്ള സാമുദായിക ധ്രുവീകരണത്തെ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു വെർഷൻ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ലീഗ് വളരെ സമന്വയത്വത്തോടു കൂടി ഇപ്രാവശ്യം മന്ത്രിമാർ അത് 4 ആയാലും അതിൽ സംതൃപ്തരാകുവാൻ തന്നെയാണ് തീരുമാനം എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് 2011 ലീഗിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്ന ലീഗിൻ്റെ 5ാം മന്ത്രിസ്ഥാനം, അന്ന് ലീഗ് വിലപേശി 5ാം മന്ത്രിസ്ഥാനം വാങ്ങിച്ചു, മഞ്ഞളാംകുഴി അലിയെ മന്ത്രിയാക്കി. അത് ഒരുപക്ഷെ 2016 ലീഗ് അധികം സമ്മർദ്ദം ചെലുത്തി നേട്ടങ്ങൾ UDF ഗവൺമെൻറ്റിൽ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ പേരിൽ 2016 UDFിൻ്റെ പരാജയത്തിന് കാരണമായി എന്നൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് വളരെ സമന്വയത്തോടുകൂടി തന്നെ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകും എന്ന് തന്നെയാണ് വിശകലനങ്ങൾ വരുന്നത്. ഒരുപക്ഷെ 4 മന്ത്രി, അതുമല്ലെങ്കിൽ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവിയോടുകൂടി 5ാമതൊരാൾ, അത് ഒരുപക്ഷെ ചീഫ് വിപ്പോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അതായിരിക്കും ലീഗിന് ലഭിക്കുവാൻ പോകുന്ന പദവികൾ എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. മഞ്ഞളാംകുഴി അലിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്ന ഒരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹം നേരത്തെ CPM സ്വതന്ത്രനായി മത്സരിച്ച് നീണ്ടകാലം MLA വരുന്ന ആളാണ്. MK മുനീറിനെ പോലെയുള്ള ലീഗിലെ പ്രമുഖരെ ഒക്കെയും അദ്ദേഹം LDF പക്ഷത്തായിരുന്നപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം UDFിലെത്തിയതിനു ശേഷം ഒരു പ്രാവശ്യം, അതും കുറഞ്ഞ കാലയളവിൽ മാത്രമാണ്, മന്ത്രിസഭാ പുനഃസംഘടന സമയത്ത് മാത്രമാണ് മന്ത്രിയായിരുന്നത്. അദ്ദേഹത്തെ പോലെ പ്രമുഖനായ ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നാൽ അത് എങ്ങനെ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലീഗിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലപ്പുറത്തിൻ്റെ ഒരു ആധിപത്യം ലീഗിൻ്റെ മന്ത്രിമാരിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. ശംസുദ്ദീനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മണ്ണാർക്കാടാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിലും അദ്ദേഹം മലപ്പുറത്തുകാരനാണ്. അപ്പോൾ അതുമൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ലീഗിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും PK കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് അദ്ദേഹം നേരത്തെ തന്നെ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നതാണ്. ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രമുഖനായ നേതാവിൻ്റെ മകൻ അതായത് MK മുനീർ, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ലീഗ് അണികളെയൊക്കെയും നിരാശരാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുകൂലമാകാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇലക്ഷനിൽ മത്സരിക്കുവാൻ കഴിയാത്തത്. അത് അവരുടെ അണികളെയും നേതാക്കന്മാരെയും ഒക്കെ വിഷണനാക്കുന്നുണ്ട്. എന്തായാലും MK മുനീറിന് ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഒരു റാങ്ക് ഉണ്ടാകും എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.